രണ്ട് മെത്തേഡിൽ സ്റ്റിക്കി ആയിട്ടുള്ള വാഷി ടേപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടുള്ള മെത്തേഡാണ്. ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നെയിം സ്ലിപ്പിൻ്റെയൊക്കെ ബേക്കിലുള്ള കവറോ എടുക്കുക, അതിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. മാസ്കിംഗ് ടേപ്പിൻ്റെ അത്രയും വീതി വേണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഇഷ്ടമുള്ള അളവ് വരച്ചു കൊടുക്കുക. എന്നിട്ട് പെയിൻ്റ് അടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മോഡൽസൊക്കെ വരച്ചു കൊടുക്കുക. പിൻട്രസ്റ്റിൽ നോക്കുമ്പോൾ അടിപൊളി മോഡൽസൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ കട്ടിയുള്ള ഒരു പേപ്പറോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. ഞാൻ പഴയ വാഷി ടേപ്പിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് അളവിന് വരുമല്ലോ. എന്നിട്ട് ദാ ഇതുപോലെ കുറച്ച് പീൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ദാ ഇതുപോലെ ഒട്ടിച്ച് റോൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ചെറിയൊരു പേപ്പറും കൂടെ വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ അത് ഇളകി പോകാതിരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാനും പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ആ നെയിം സ്ലിപ്പിൻ്റെ ബേക്കിലുള്ള അതേ കവർ എടുക്കുക. അതിൽ നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൽ വാഷി ടേപ്പിൻ്റെ അതേ അളവിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളറും ഡിസൈനൊക്കെ ചെയ്തെടുക്കുക. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഡിസൈനില്ല, അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റതുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുക, പീൽ ചെയ്ത് ആ റോളിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ റോൾ ചെയ്യുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെയാണ് ഒരു ചെറിയ പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് രണ്ട് മെത്തേഡ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ രണ്ട് മെത്തേഡിലുള്ള വാഷി ടേപ്സ്. അപ്പോൾ ഇഷ്ടമായ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.